മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യഘടനകളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ചോദ്യ മാതൃകകൾ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇതൊന്നുമില്ലാതെ പരീക്ഷകളില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടു, തംബ്നെയിലൊക്കെ നിങ്ങൾ വായിച്ചു. ഉപന്യാസം അല്ലെങ്കിൽ മുഖപ്രസംഗം, പ്രഭാഷണം, ആസ്വാദനക്കുറിപ്പ്, ഇതൊക്കെ ഒരു പരീക്ഷയ്ക്ക് 6 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന essay ചോദ്യങ്ങളും കൂടെയാണ് അല്ലേ. അപ്പോൾ അത് എത്രയുണ്ട് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അവിടെ തന്നെയുണ്ട്. 6 മാർക്കിനാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും ടീച്ചർ പറയുന്ന ഉദാഹരണമാണ് പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മൾ പലതരത്തിലുള്ള കറികൾ ഉപയോഗിക്കും. സെയിം പച്ചക്കറികൾ വെച്ചിട്ട് നമ്മൾ അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കും അല്ലേ. പക്ഷേ ഇത് ഓരോന്നിൻ്റെയും റെസിപ്പി വേറെയാണ്, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അതുപോലെയാണ് ഭാഷയിലുണ്ടാവുന്ന ആസ്വാദനക്കുറിപ്പാണെങ്കിൽ എല്ലാം മലയാള ഭാഷയിലൂടെയാണ് നമ്മൾ എഴുതുന്നത്. ചിലപ്പോൾ എല്ലാത്തിൻ്റെയും ഘടന, ഇപ്പോൾ മുഖപ്രസംഗത്തിൻ്റെ ആണെങ്കിലും പ്രഭാഷണത്തിൻ്റെ ഘടനകളൊക്കെ ഏകദേശം സമാന്തരമാണ്. പക്ഷേ ഇത് ഓരോന്നും ഓരോ രീതിയിലാണ് എഴുതി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ ഘടനയ്ക്കും തീർച്ചയായിട്ടും മാർക്കുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. നിങ്ങൾ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുള്ള നിങ്ങളുടെ ചില ചോദ്യങ്ങളാണ്. ടീച്ചറെ, പ്രസംഗം പ്രഭാഷണം ഒന്നാണോ? ആണോ? നമുക്ക് നോക്കാം അല്ലേ. മുഖപ്രസംഗവും എഡിറ്റോറിയലും രണ്ടാണോ? അത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. അടുത്തത്, ഉപന്യാസം എങ്ങനെ എഴുതണം? എത്ര തവണ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉപന്യാസം പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതൊക്കെ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഉപന്യാസം എങ്ങനെ എഴുതണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഉപന്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആകർഷകമായി തയ്യാറാക്കുന്ന ഗദ്യലേഖനത്തെയാണ് ഉപന്യാസം എന്ന് പറയുക. ഉപന്യാസത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ഉപക്രമം എന്ന് പറയും അല്ലേ. കൂടുതൽ ടെൻഷൻ ആവേണ്ട ആമുഖം, അതായത് എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം. ഇപ്പം നമുക്ക് മലയാള സെക്കൻഡിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ വൃദ്ധരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു essay ചോദ്യമാണ് അല്ലെ. അതിനെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കാനാണെങ്കിൽ പുതിയ കാലത്ത് അല്ലേ വൃദ്ധരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, ആ ഒരു വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആമുഖത്തിൽ അല്ലേ നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തെ എന്താണ്? പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഫർമേഷൻ അല്ലെ, വിഷയ വിശകലനമാണ്. ഈ വിഷയ വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ നല്ല ഭാഷയിൽ എഴുതാൻ ശ്രദ്ധിക്കണം. ഖണ്ഡികകൾ, പാരഗ്രാഫ് തിരിച്ചെഴുതാൻ ശ്രദ്ധിക്കണം. ഉപമകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാരഗ്രാഫ് തിരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. അതൊക്കെ എവിടെ ഉൾപ്പെടുത്തണം? പ്രതിപാദ്യ വിഷയം അല്ലെ, അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തണം. ഉപസംഹാരം എന്ന് പറയുന്നത് കൺക്ലൂഷൻ ആണ് അല്ലെ, അതിൻ്റെ അവസാനമാണ്. ഈ ഉപസംഹാരത്തിൽ എന്ത് ചെയ്യണം? നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമുക്ക് ആ വിഷയത്തോടുള്ള നമ്മളുടെ അഭിപ്രായമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എവിടെ എഴുതണം? ഉപസംഹാരത്തിൽ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആമുഖം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിഷയത്തെ പരിചയപ്പെടുത്തുന്നു. പാഠഭാഗത്തോട് ബന്ധമുണ്ടെങ്കിൽ അത്തരം വിശദാംശങ്ങൾ എഴുതണം. ലളിതമായ ഭാഷയാണ്. വിഷയ കേന്ദ്രീകൃതമായിരിക്കണം. പശുവിനെ കൊണ്ടുപോയി തെങ്ങിൽ കെട്ടി തേങ്ങ തരും എന്ന് എഴുതരുത്. പശുവിൻ്റെ പ്രത്യേകത എന്താണോ പശുവിനെ കുറിച്ച് എഴുതുക. അപ്പോൾ വിഷയ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ ഉപന്യാസം എഴുതേണ്ടത്. പിന്നെ പ്രതിപാദ്യം ടീച്ചർ പറഞ്ഞത് വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കാര്യകാരണ സഹിതം, ഉദാഹരണ സഹിതം ഖണ്ഡികകൾ തിരിച്ചെഴുതണം. ഖണ്ഡികയിൽ ഒരു ഖണ്ഡികയിൽ ഒരു ആശയമാണ് എഴുതേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പകുതിയിൽ നിന്നാണ് അല്ലേ പാരഗ്രാഫ് തുടങ്ങുന്നത്. ഒരു ആശയമായിരിക്കണം ഒരു ഖണ്ഡികയിൽ. അടുത്ത ഖണ്ഡികയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അടുത്ത ആശയം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ ഉദ്ധരണി, കോട്സുകൾ, കവിവാക്യം, കവിത, പ്രയോഗം, ശൈലി, ഇങ്ങനെ വിഷയത്തോട് ചേരുന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഉൾപ്പെടുത്താം. ലാസ്റ്റ് ഉപസംഹാരമാണ്. ലാസ്റ്റ് ഖണ്ഡിക പാരഗ്രാഫാണ്. കൺക്ലൂഷൻ എന്ന് പറയില്ലേ നമ്മൾ. സ്വന്തം അഭിപ്രായതനം, നിരീക്ഷണം, അപഗ്രഥനം, നിഗമനം ശുഭപ്രതീക്ഷയോടെ അവസാനിപ്പിക്കണം. പ്രചോദനാത്മകമായിരിക്കണം. ഓക്കെ, മറ്റുള്ളവർക്ക് അത് പോസിറ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി? ഉപന്യാസമായി. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. ഘടന പാലിക്കണം. ഈ 3 ഘടന എന്ന് പറയുന്നത്. ഖണ്ഡിക, പാരഗ്രാഫ് തിരിച്ചെഴുതാൻ ശ്രദ്ധിക്കണം. ശക്തമായ എന്നാൽ ലളിതമായിട്ടുള്ള, നീട്ടിക്കുറുകി മറ്റേ എറണാകുളം വരെ എത്തുന്ന, കോഴിക്കോട് നിന്ന് എറണാകുളം വരെ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണെന്ന് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറയാൻ സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ഗാഢമായ കഠിനമായ വിഷയത്തെയാണ് ഈ വിഷയത്തിലൂടെ അപഗ്രഥനം ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിരിക്കണ്ട, ഇതൊക്കെ നിങ്ങൾ എഴുതാറുള്ളതാണ്. ഒരു വിഷയത്തെ നമ്മൾ കയ്യിൽ പോയിന്റ് ഇല്ലാതാകുമ്പോഴുള്ള നിങ്ങളുടെ സൂത്രപ്പണികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പേപ്പറുകളൊക്കെ ഞാനൊന്ന് കണ്ടതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. ഓഫ്ലൈനിലുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിരിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ നീട്ടിപ്പരത്തി എഴുതാൻ പാടില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലേ. നമ്മുടെ സെൻറ്റൻസുകൾ വളരെ ഷോർട്ടായിരിക്കണം. കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പേപ്പർ നോക്കുന്ന ആളെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, അത് നോക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നല്ല കൈയക്ഷരം, ഇനിയിപ്പോൾ അതിനു വേണ്ടി കൈയക്ഷരം നന്നാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, വൃത്തിയിൽ എഴുതാമല്ലോ അല്ലേ. കുറച്ച് സ്പേസൊക്കെ ഇട്ട് ഓരോ വാക്കുകൾ എഴുതി കഴിഞ്ഞാൽ കുറച്ച് സ്പേസൊക്കെ കൊടുത്ത് ഭംഗിയിൽ അല്ലേ, അത് അലക്കുലത്താക്കാതിരിക്കാനെങ്കിൽ
നമുക്ക് ശ്രദ്ധിച്ചൂടെ? അത്രയെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. ഉചിതമായിട്ടുള്ള പദങ്ങൾ. ഒരുപാട് ആളുകൾ അല്ലെ എന്താണ് വലിയ കുറേ പദങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിടും. അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്കും അറിയില്ല, വായിക്കുന്ന ടീച്ചർക്ക് അറിയണ്ടാവില്ല. അപ്പം അങ്ങനെ നിങ്ങൾ പുതുതായിട്ട് വാക്കുകളൊന്നും കണ്ടുപിടിക്കരുത്, അറിയാത്ത വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യരുത്. ഇപ്പം ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ പറയാനുള്ളത് ക്ഷണനത്തിന് പോയിട്ട് വരിക എന്നൊക്കെ പറയും അല്ലേ. ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താടാ, ആരോ ക്ഷണിച്ചിട്ട് പോയി എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ഷണനം എന്ന് പറഞ്ഞാൽ മരണം, കൊല്ലുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അർത്ഥം അടപടൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉത്തരത്തെ ബാധിക്കും. അറിയാവുന്ന വാക്കുകൾ മാത്രം എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഉദാഹരണ സഹിതമാണ് എഴുതേണ്ടത്. വിഷയ കേന്ദ്രീകൃതം വീണ്ടും പറയാണ്. പിന്നെ സ്വന്തം അഭിപ്രായം, നിരീക്ഷണമൊക്കെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അപ്പൊ ഇതാണ് ഉപന്യാസം. ഇങ്ങനെയാണ് ഉപന്യാസം എഴുതേണ്ടത്. ഇനി തെറ്റില്ലല്ലോ, 6 മാർക്ക് ഷുവർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് നോക്കാം. മുഖപ്രസംഗം, എഡിറ്റോറിയൽ. ഇതെന്തത്? മുഖപ്രസംഗവും എഡിറ്റോറിയലും രണ്ടാണോ? മുഖപ്രസംഗം എന്ന് പറയുന്നത് മാന്യരെ, മഹാജനങ്ങളെ അങ്ങനെ തുടങ്ങുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? എത്ര പറഞ്ഞാലും നമുക്ക് വീണ്ടും സംശയമാണ്. പക്ഷേ ഇതോടെ നമ്മൾ സംശയം തീർന്നേ. മുഖപ്രസംഗവും എഡിറ്റോറിയലും ഒന്നാണ്. എഡിറ്റോറിയൽ എന്നതിൻ്റെ മലയാളം പേരാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതെന്താ സംഭവം? ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസാധകൻ്റെ, എഡിറ്ററുടെ അഭിപ്രായത്തെയാണ് നമ്മൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എഡിറ്റോറിയൽ ഒരു പ്രത്യേക വിഷയത്തിലുള്ള ഒരു പത്രത്തിൻ്റെ നിലപാട് പ്രകടിപ്പിക്കാനാണ് എന്ത് ചെയ്യാറ്? എഡിറ്റോറിയൽ പേജ് വരാറ്. പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചോ വാർത്തയെക്കുറിച്ചോ എഡിറ്ററുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും എന്ത് ചെയ്യാറുണ്ട്? ഇത് എഡിറ്റോറിയൽ പേജ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ നമ്മളുടെ സമകാലികമായിട്ടുള്ള നമ്മളുടെ ചുറ്റും നടക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് വ്യാഖ്യാനം നൽകാനോ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തിനുള്ള പരിഹാരം കാണാനോ, നയത്തിനോ അനുക്രമത്തിനോ പ്രതികൂലമായിട്ടുള്ള വാദത്തിനോ ഒക്കെ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? എഡിറ്റോറിയൽ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള പത്രത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടായിട്ടാണ് നമ്മൾ എഡിറ്റോറിയലിനെ അല്ലെങ്കിൽ മുഖപ്രസംഗത്തെ നമ്മൾ കണക്കാക്കാറുള്ളത്. പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വായനക്കാർക്ക് നൽകുകയോ വാർത്തയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എഡിറ്റോറിയൽ പേജിന്റെ ഉദ്ദേശം. അതായത് നിലവിലുള്ള ഒരു സംഭവത്തെക്കുറിച്ച് വിമർശനാത്മകമായി ഓർത്തു വെക്കുക, ചിന്തിക്കാനുള്ള ഒരു ശേഷി പ്രേക്ഷകരിൽ, വായിക്കുന്ന ആളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പത്രമാണെങ്കിൽ, ടീച്ചർ നെറ്റിൽ കണ്ടിരിക്കുന്ന ഒരു പേപ്പറാണ്. അങ്ങനെ ഒരു പത്രമാണെങ്കിൽ ഈ പത്രത്തിന്റെ ഈ സൈഡിൽ നോക്കൂ നിങ്ങൾ, എവിടെയാണ് കൊടുത്തിരിക്കണേ? ഇതാ ഈ സൈഡിൽ കണ്ടോ, ഇങ്ങനെ നീളത്തിലൊരു കോളം, സപ്ലൈകോയെ സർക്കാർ കൈവെടിയരുത് എന്ന് പറയുന്ന ഒരു കോളം കണ്ടോ? ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉചിതമായൊരു തലക്കെട്ട് നൽകണം. അതായത് ആ വിഷയം എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെടുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന, ഭയങ്കര ഇവിടുന്ന് എറണാകുളം വരെയുള്ള, കോഴിക്കോട് നിന്ന് കൊച്ചിക്ക് പോകുന്ന വലിയൊരു തലക്കെട്ടൊന്നും ആവശ്യമില്ല. സിമ്പിളായിരിക്കണം. എന്താണോ നമ്മൾ എഴുതിയ അത് നമുക്ക് എങ്ങനെ എഴുതാം? മുഖപ്രസംഗം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് തലക്കെട്ട് എഴുതാം. എന്നുവെച്ചാൽ ഇങ്ങനെ നിങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. മുഖപ്രസംഗം എഴുതി കഴിഞ്ഞിട്ട് അടിയിൽ കൊണ്ടുപോയിട്ട് എഴുതാനല്ല, എഴുതി കംപ്ലീറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടൂലേ എന്തൊക്കെ നമ്മൾ എഴുതി. ചിലപ്പോൾ അതിലുള്ള ഒരു വാക്കൊക്കെ നമുക്ക് തലക്കെട്ടായിട്ട് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് തലക്കെട്ട് കൊടുക്കേണ്ടത് എപ്പോഴും അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. പാഠഭാഗം അല്ലെങ്കിൽ എന്താണ് ചോദ്യം, അതിൻ്റെ ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം തലക്കെട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വിഷയത്തെ ഉൾക്കൊള്ളുന്നതാണ്. സമൂഹത്തിന്റെ മനോഭാവം വിശകലനം ചെയ്യണം. കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ ഗുണവും ദോഷവും അല്ലേ, അതുപോലെ എന്താണ് മറ്റുള്ളവർക്ക് അത് പോസിറ്റീവായ രീതിയിൽ അല്ലേ അതിൻ്റെ കാര്യകാരണ സഹിതമുള്ള അല്ലെ അവതരണമൊക്കെ അതിനകത്ത് വേണം. വിഷയം ക്രമീകരിച്ച് അവതരിപ്പിക്കണം. തുടക്കം, വളർച്ച, ഒടുക്കം അല്ലെ അതിങ്ങനെ പാരഗ്രാഫ് തിരിച്ചിട്ട് അതിങ്ങനെ ഒരു ഒഴുക്കോടെയാണ് പോകേണ്ടത്. അല്ലാണ്ട് ഒരു അന്ത്യാവസാനം ആദ്യം അന്ത്യാന്ത പൊരുത്തമില്ലാണ്ട് വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് എഴുതരുത്. ഒരു കൃത്യമായ ചിട്ടയിലാണ് നമ്മൾ പോകേണ്ടത്. ആശയ വ്യക്തതയോട് കൂടിയിട്ടുള്ള ആവിഷ്കാരമാണ് ഇവിടെ വേണ്ടത്, മുഖപ്രസംഗത്തിൽ വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ് പ്രസംഗവും പ്രഭാഷണവും ഒന്നാണോ എന്നുള്ളത്. ഇതിൻ്റെ ചിട്ടയും മട്ടുമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. കാരണം ഇത് വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് അല്ലേ. ഏകദേശം സാമ്യങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് തമ്മിൽ എന്താണ് സാദൃശ്യമുണ്ട് എങ്കിലും ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പ്രഭാഷണവും പ്രസംഗവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് രണ്ടും വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് അല്ലെ. ഒരു സ്റ്റേജും സദസ്സിലെ ആളുകൾ, വേദിയിലെ ആളുകൾ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലയാണ് അല്ലെ. ഒരു പ്രസംഗ കല, പ്രഭാഷണ കല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു നമ്മളുടെ ഫെസ്റ്റിവലിലുള്ള ഒരു ഐറ്റം, യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? പ്രഭാഷണത്തെയും പ്രസംഗത്തെയും ഒക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് വേദിയിൽ നിന്ന് മുമ്പിലിരിക്കുന്ന ആളുകളോട് സംവദിക്കുക എന്നുള്ളതാണ്, ഒരാൾ സംസാരിക്കുക എന്നുള്ളതാണ് പ്രസംഗം കൊണ്ടും പ്രഭാഷണം കൊണ്ടും സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ പ്രസംഗം എന്ന് പറയുകയാണെങ്കിൽ പ്രസംഗം കുറച്ചുകൂടെ എന്താണ് വലുതാണ്, ചടുലമായിട്ടുള്ള ഭാഷയൊക്കെ കൊണ്ട്. ഇപ്പോൾ വേദിയിലുള്ള ഒരാൾ എനിക്ക് എന്തിനെക്കുറിച്ചും പ്രസംഗത്തിൽ സംസാരിക്കാം, എനിക്കിങ്ങനെ പറഞ്ഞു പോകാം അല്ലേ. ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗം, കവല പ്രസംഗം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല. അങ്ങനെ പ്രസംഗത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ അതായത് അത്ര ഒരു എന്തല്ല പ്രഭാഷണമാണ് കുറച്ചുകൂടെ ചിട്ടയായ രീതിയിൽ കൃത്യം ഒരു വിഷയത്തിൽ ഊന്നിയൊക്കെ സംസാരിക്കുന്നത് പ്രഭാഷണമാണ്. പ്രസംഗം എന്ന് പറയുമ്പോൾ അങ്ങ് പോകും കൈവഴികളായിട്ട് പറഞ്ഞു പല ഇപ്പോൾ വേദിയിലിരിക്കുന്ന ആളുകൾ ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് കൊണ്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും. എന്നുവെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെന്ന് ആവണമെന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ, പ്രഭാഷണവും പ്രസംഗവും തമ്മിലുള്ള. പ്രസംഗം പക്ഷേ എങ്ങനെയാണ്, അതിന് ഓഡിയൻസ് അതിൻ്റെ വിഷയം കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കും പ്രഭാഷണം കേട്ടോ. ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയായിരിക്കാം പ്രഭാഷണം സംസാരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പറയാം. പ്രഭാഷണത്തിൻ്റെ സവിശേഷതകളിൽ നമുക്ക് ഇപ്പോൾ അല്ലേ, മിതത്വം പാലിച്ചുകൊണ്ട്, മിതത്വം, ആധികാരികത, ഗൗരവം, പക്വത നിറഞ്ഞതായിരിക്കും പ്രഭാഷണം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു നേതമായിട്ടുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മളുടെ പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുക അല്ലേ. അത് കേൾവിക്കാരുടെ താല്പര്യം ഉണ്ടാവും അല്ലെ, കൃത്യമായിട്ട് ഇതിനോട് താല്പര്യമുള്ള ഓഡിയൻസ് ആയിരിക്കും ഇരിക്കുക, പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ വിഷയത്തിൽ ഏതാണോ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം അതിലും എന്ത് ചെയ്യുന്നു, വളരെയധികം നോളജുള്ള ആളുകളാണ് അത് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രോതാക്കൾ ആഗ്രഹിച്ച് വരുന്നവരാണ്. പിന്നെ ഒരുപാട് പ്രഭാഷകരെ നമുക്കറിയാം. അപ്പോൾ സുകുമാർ അഴീക്കോട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ, പത്രനീതി എന്ന് പറയുന്ന ലേഖനം. അദ്ദേഹം ഒരു മികച്ച പ്രാസംഗികനാണ്, സാഗരഗർജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിക്കുന്നതന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രഭാഷണമൊക്കെ ഭയങ്കര എന്താ പറയുക, ആളുകൾ വിവേകാനന്ദൻ, അങ്ങനെ ഒരുപാട് പ്രഭാഷകർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ വേദിയിൽ അപ്പോൾ നമ്മൾ ഇത് എഴുതുകയാണ് വേണ്ടത്, നമ്മൾ പ്രസംഗിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് 6 മാർക്കിനുള്ള ചോദ്യമായിട്ട് നമ്മളിത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അല്ലെ, പ്രഭാഷണം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഭിസംബോധനയാണ് അല്ലേ. അഭിസംബോധന എന്ന് പറയും അല്ലേ. അഭിസംബോധനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, അതായത് ഇതൊരു നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു സാധനം നമ്മൾ എഴുതുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വേദിയിൽ നിന്ന് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന, ഇപ്പോൾ സ്കൂളിലാണ് നടക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, മറ്റേ അധ്യാപകരെ, പ്രിയപ്പെട്ട അങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാം. അല്ലാതെ വെറുതെ കയറിയപാട് ഇന്നതാണ് എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുമോ ഇല്ല. പ്രസംഗത്തിന് അല്ലെങ്കിൽ പ്രഭാഷണത്തിന് അതിൻ്റേതായിട്ടുള്ള ചിട്ടകളുണ്ട്. അപ്പോൾ ഈ എന്താണ് അഭിസംബോധന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പ്രിയമുള്ളവരെ എന്ന് എഴുതാണെന്ന് വിചാരിക്കുക അല്ലേ. പ്രിയമുള്ളവരെ എന്നെഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, ഇങ്ങനെ നമ്മളുടെ വിഷയത്തെ എന്ത് ചെയ്യണോ, നമ്മളിങ്ങനെ എഴുതും അല്ലേ. നമ്മളിങ്ങനെ പാരഗ്രാഫ്, ഇത് ശ്രദ്ധിക്കണം. അതായത് ഒരു എന്താ പറയുക, ഖണ്ഡിക തിരിച്ചിട്ടാണ് അല്ലേ. ഖണ്ഡിക തിരിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇങ്ങനെ ഒരു വിഷയം അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പോയിന്റ് ആയിരിക്കണം ആദ്യത്തെ, ഇത് ഇൻട്രൊഡക്ഷനാണ് അല്ലേ. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കണം അതിലുണ്ടാവേണ്ടത്. അടുത്തൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പാരഗ്രാഫായിട്ട്, ഇതിനെയാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്തൊരു പാരഗ്രാഫ്, അടുത്തൊരു പോയിന്റ് തുടങ്ങുമ്പോൾ അടുത്തൊരു പാരഗ്രാഫ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു ഗുണമായിരിക്കാം അല്ലേ, ചിലപ്പോൾ ഗുണങ്ങൾ ആദ്യം എഴുതുക ഒരു പാരഗ്രാഫിൽ അല്ലേ, എന്നിട്ട് അതിൻ്റെ ദോഷങ്ങൾ അടുത്ത പാരഗ്രാഫിൽ എഴുതുക. ഇല്ലെങ്കിൽ ഒരു ഗുണം പറയുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ പരിഹാരവും എന്ത് ചെയ്യാം, ആ പോയിന്റിൽ എഴുതുക, ആ പാരഗ്രാഫിൽ എഴുതുക. അപ്പോൾ ഒരു ചിട്ട ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു വളരെ ചിട്ടയായ രീതിയിൽ, അതായത് ഒരു കൃത്യമായ രീതിയിൽ ഒരു ഘടന പാലിച്ചിട്ട്, നമ്മൾ ആടുന്നും ഇവിടുന്നും കൊണ്ടുവന്ന് അലക്കുലത്തായിട്ട് നമ്മൾ അലമാരിയിലൊക്കെ സാധനങ്ങൾ, ഡ്രസ്സ് മടക്കി വെക്കുന്ന പോലെ ഇഷ്ടമുള്ളത് കൊണ്ടുപോയിട്ട് നമ്മൾ ഡംപ് ചെയ്യരുത്. എന്ത് ചെയ്യണം, സ്ഥലമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് കുത്തിത്തിരിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതല്ല. വൃത്തിയിൽ ഓരോന്നും അടുക്കും ചിട്ടയോടും കൂടെ എഴുതണം. 6 മാർക്കിൻ്റെ കാര്യമാണ്, ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ വ്യത്യസ്ത പാരഗ്രാഫായിട്ട് എഴുതണം. ഖണ്ഡിക എന്ന് പറഞ്ഞാൽ ഈ പാരഗ്രാഫിനെയാണ് ഖണ്ഡിക എന്ന് പറയുന്നത്. ആമുഖം, വിഷയത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കണം ഇൻട്രൊഡക്ഷനിൽ. പിന്നെ മഹദ്വചനങ്ങൾ, സംഭാഷണങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രഭാഷണത്തിൽ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ സാധ്യത അല്ലെ, വിഷയത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് എഴുതാം. ഗുണം അല്ലെ, അതുപോലെ നേട്ടം അല്ലെ, പ്ലസും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അതേപോലെ എന്താണ് ഇതിൻ്റെ ദോഷം, പരിമിതികൾ അല്ലേ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ്, ഇപ്പോൾ നമ്മൾ ഒരു പ്രസംഗം നമ്മളോട് ചോദിക്കുക, മാധ്യമധർമ്മത്തെക്കുറിച്ച് ചിലപ്പോൾ പ്രഭാഷണം എഴുതാൻ പറയും അല്ലെ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ഗുണം, അതിൻ്റെ ദോഷം, അതിൻ്റെ പരിമിതികൾ അല്ലേ. ഇതൊക്കെ ഓരോരോ പാരഗ്രാഫായിട്ട് എഴുതണേ. പിന്നെ അതിൻ്റെ പരിഹാര മാർഗം കൂടെ നമ്മൾ എഴുതണം. അതായത് എങ്ങനെ, ഏത് രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറണം,
അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അല്ലെ ആഹ്വാനം അല്ലെ ചെയ്യാം, അതിൻ്റെ പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുക. ഇതൊക്കെ ലാസ്റ്റിലത്തെ പാരഗ്രാഫിൽ നമ്മൾ പരിഹാരമൊക്കെ നമുക്ക് നിർദ്ദേശിക്കാം. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നമ്മളുടെ അഭിപ്രായം കൂടെ അല്ലെ, നമ്മുടെ സ്വാഭിപ്രായത്തിന്, നമ്മുടെ അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ പറഞ്ഞ പ്രഭാഷണത്തിലും ഉപന്യാസത്തിലുമൊക്കെ. മുഖപ്രസംഗത്തിലും അത് വേണം, നമ്മളുടെ അഭിപ്രായം എഴുതേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കണം, ആഹ്വാനപരമായിട്ടുള്ള പ്രഭാഷണമാണ്, നമുക്ക് അങ്ങനെ ഉള്ള രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. അതേപോലെ തന്നെ എന്താണ് ഈ നമുക്ക് എന്താണ് ഈ ഒരു മനോഭാവം അല്ലെ, നമ്മളുടെ മനോഭാവം, നമുക്ക് ആ വിഷയത്തോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, അതൊക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക. ലാസ്റ്റ് ഈ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞ പോലെ, പ്രിയമുള്ളവരെ എന്ന് എഴുതുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇവിടെ ഒരു കോമ, പ്രിയമുള്ളവരെ അല്ലെങ്കിൽ മാന്യരെ എന്നായിരിക്കാം, അല്ലെ പ്രിയപ്പെട്ടവരെ എന്നായിരിക്കാം, ബഹുമാനപ്പെട്ടവരെ, എന്താണെങ്കിലും അവിടെ ഒരു കോമ വേണം. ഓക്കെ, ഇനി എന്താ വേണ്ടത്, ഇനി ഇവിടെ നന്ദി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമസ്കാരം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്ദി അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്ന ഒരു പദം കൂടെ എന്താണ് നമ്മൾ എഴുതി ചേർക്കണം. ഓക്കെ, അപ്പോൾ വിഷയ അപഗ്രഥനം നടത്തണം. നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരു അടുക്കും ചിട്ടയിൽ വൃത്തിയിലെഴുതുക. ഭാഷാരീതി എന്ന് പറഞ്ഞാൽ മികവാർന്ന ഭാഷയിലായിരിക്കണം അല്ലെ, എന്ന് വെച്ചാൽ പ്രഭാഷണമാണെന്ന് ആലോചിക്കുക, അപ്പോൾ പക്ഷേ ലളിതമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുക. ആ ഒരു അല്ലെ പ്രഭാഷണമാണെന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടല്ല, നമ്മളെ ഭാഷ വ്യത്യാസത്തിലൂടെയാണ് അത് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് എഴുതാൻ ശ്രമിക്കണം. പ്രസംഗത്തിൻ്റെ ചടുലതയൊന്നും പ്രഭാഷണത്തിൽ കൊണ്ടുവരണം അല്ലെ, പ്രസംഗം ഭയങ്കര ചടുലമായി പറഞ്ഞു പോകുന്നതാണ്, അത്ര ചടുലമാവണ്ട പ്രഭാഷണം. കുറച്ചുകൂടെ മിതത്വം പാലിച്ച് പക്വമായ രീതിയിൽ മനോഹരമായ ഭാഷയിൽ ലളിതമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊരു കൺഫ്യൂഷനായിട്ട് പറയരുത്. പലപ്പോഴും പരീക്ഷയ്ക്ക് പ്രസംഗത്തെക്കാൾ നമുക്ക് ചോദിക്കാറുള്ളത് പ്രഭാഷണമാണ്. അപ്പോൾ പ്രഭാഷണം ആണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കണം. നമുക്ക് അല്ലേ മലയാളം സെക്കൻഡ് നമുക്ക് നല്ല മാർക്ക്, ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ.